സ്കൂളിൽ എന്താണ് പോ. ഇത്രയും നാളും ടീച്ചർ നിങ്ങളെ എന്താണ് ആദ്യം അക്ഷരം എഴുതിയിട്ട് പിന്നെയാണ് ചിഹ്നം എഴുതി ഇങ്ങനെ കാണിച്ചത്. അത് നിങ്ങൾ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാ, ഇത് ഏടെ ചിഹ്നം, ഇത് ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയുടെ ചിഹ്നം രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ പോ ഉണ്ടോ, ഇങ്ങനെ ടീച്ചർ പഠിപ്പിച്ചത്. ഇപ്പം ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇതില് ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു, ഇനി മുതലുള്ള ക്ലാസ്സിൽ പാ ഇങ്ങനെ ചിഹ്നം എഴുതാൻ സാധ്യത കുറവാണ്. എന്ത് ചെയ്യും ടീച്ചർ, എന്ത് ചെയ്യും, ഒരുമിച്ച് എഴുതും. മനസ്സിലായോ? കണ്ടോ കണ്ടോ, ഇങ്ങനെ എഴുതും. അപ്പൊ ഇതെങ്ങനെ വായിക്കണം നിങ്ങൾ, പോ ഉണ്ടോ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയാനും മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ടീച്ചർ ഓരോന്ന് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഒരുമിച്ച് പറഞ്ഞത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് വ്യക്തമാണ് ഏതക്ഷരമാണ് എന്നുള്ളത്. ഓക്കെ, ഏത് ചിഹ്നമാണെന്നുള്ളത്. ഓക്കെ, പോ ക കു അല്ലേ, കു ന. കൂട്ടി വായിക്കുമ്പോ നു, ന ഉ നു. അപ്പൊ എങ്ങനെയാ, പോ കു നു. എന്താണ്, പോകുന്നു. എവിടെ, സ്കൂളിൽ പോകുന്നു. അപ്പോ ടീച്ചർ ഈ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം നന്നായിട്ട് നിങ്ങൾ ആ ശീലങ്ങൾ പരിശീലിക്കണം. അത് മാത്രമല്ല, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ടീച്ചർ വാക്കുകൾ പറയും, അതായത് അല്ലെങ്കിൽ സെന്റൻസ് പറയും, നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയും. സ്കൂളിൽ പോകുന്നു. അപ്പം എന്ത് ചെയ്യണം, ടീച്ചർ എഴുതുന്നതിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. മനസ്സിലായോ? ടീച്ചർ ഇപ്പോൾ രാവിലെ നേരത്തെ ഉണരുന്നു എന്ന് ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ ആ സെന്റൻസ് അങ്ങനെ തന്നെ എഴുതാൻ നിങ്ങൾക്ക് പറ്റണം, ആരുടെയും സഹായം ഇല്ലാതെ. രാവിലെ നേരത്തെ ഉണരുന്നു. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നു, പല്ല് ശുചിയാക്കുന്നു, കുളിക്കുന്നു. മനസ്സിലായോ? കിട്ടിയോ? ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു. ഈ ബോർഡിൽ ടീച്ചർ ചിലപ്പോൾ എഴുതില്ല, പറയുക മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളത് കാണാതെ പഠിച്ചെഴുതല്ല ചെയ്യേണ്ടത്. എന്താണ്, സ്കൂളിൽ പോകുന്നു. അപ്പൊ നിങ്ങളത് ചിന്തിക്കണം, എങ്ങനെയാണ് അത് എഴുതുന്നത്. സ്കൂളിൽ സ ചന്ദ്രക്കല, ക പിന്നെ ള, ഊന്റെ ചിഹ്നം ള ഇ, സ്കൂളി ലി, ഈയുടെ ചിഹ്നം ഇൽ. അപ്പൊ എന്താ, ഇൽ. അപ്പൊ സ്കൂളിൽ. കണ്ടോ? അപ്പൊ അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അതിലേക്കാണ് ടീച്ചർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ഇതിങ്ങനെ ടീച്ചർ ഓരോന്ന് പറഞ്ഞു തരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് അതേപടി പഠിക്കുന്നത് കൊള്ളാം, പക്ഷെ നിങ്ങൾ അവസരത്തിനൊത്ത് അത് ഉപയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്, അതിനാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? പഠിച്ചത് അതേപടി മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. കേട്ടോ? ഇതിപ്പോൾ ഇങ്ങനെ ടീച്ചർ എഴുതി പഠിപ്പിക്കുന്നു. ഇനി വേറൊരു സെന്റൻസ് ടീച്ചർ പറയും. മനസ്സിലായോ? ഓടുന്നു, ചാടുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓടുന്നു, ഓടുന്നു. കണ്ടോ? തെറ്റാതെ എഴുതാൻ പറ്റണം. മനസ്സിലായോ? അതിനാണ് എന്ത് വേണമെന്ന് ടീച്ചർ പറയുന്നത്. എന്ത് വേണം എല്ലാ ദിവസവും? വായിക്കണം. വായന ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെയുള്ള പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് അവസരോചിതം നമ്മൾക്ക് പ്രയോഗിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വായന വേണം, വായിക്കണം. അപ്പോഴാണ് ഓടുന്നു, ചാടുന്നു, എഴുതുന്നു, കളിക്കുന്നു, കുളിക്കുന്നു
എന്ന് വാക്കുകൾ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ അത് എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കുറേ വായിക്കണം. വായന കൂടുമ്പോൾ നമുക്ക് അറിവ് കിട്ടും. വാക്കുകളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം സ്കൂളിൽ പോകുന്നു. 7ാമത്തെ എന്താണ്? സ്കൂളിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്കൂളിൽ പോയിട്ട് എന്താ ചെയ്യണേ? കളിക്കാൻ, വെറുതെ കളിക്കാൻ പോകുന്നതാണോ സ്കൂളിൽ? ആണോ? അല്ല, പിന്നെന്താ ചെയ്യണേ? യെസ്, പഠിക്കാനാ പോകുന്നത് അല്ലേ? അപ്പോ ഇ ഇപ്പൊ എന്താ? ഠി, പ ഠി ക അല്ലേ? ക. ഇതെന്താണ്? ഉ. അപ്പൊ പഠിക്കൂ ന ഉ. അപ്പൊ എന്താണ്? പഠിക്കുന്നു. കൂട്ടി വായിക്കുമ്പോ പഠിക്കുന്നു. എന്താണ്? പഠിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തെന്താണ്? പഠിച്ചു കഴിഞ്ഞിട്ട് യെസ്, അടുത്തത് ക ള വള്ളി. അപ്പൊ എന്താ? ലി. ക ലി ക ഉ കു. കളിക്കൂ ന ഉ. അപ്പൊ എന്താ? കളിക്കുന്നു. കളിക്കുന്നു. എന്താ? കളിക്കുന്നു. പഠിക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? നമ്മള് ഒപ്പം കളിക്കുകയും ചെയ്യും അല്ലേ? ഇന്റർവെൽ ടൈം ഒക്കെ ഉണ്ടാവും, ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കളിക്കാനും പോകും അല്ലേ? പഠിക്കുന്നു, കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? പിന്നെന്താ ചെയ്യാം? സ്കൂളിലുള്ള പഠനവും കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എന്താ ചെയ്യാം? എഴുതാം, എന്നിട്ട് പറയാം. വ ഇ വി നമുക്കൊരു കൂട്ടക്ഷരം പഠിക്കാം. ഇതിന്റെ കൂടെ നമുക്കൊരു കൂട്ടക്ഷരം പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കണ്ട, ഇതെന്താണത്? മനസ്സിലായോ? ഇല്ല. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒരെണ്ണം കൂടെ ചേർക്കുകയാണ്. അപ്പൊ എന്തത്? ട. എന്താണത്? ട. ഉണ്ടോ? ട. കൈ എടുക്കരുത്. ഇത് പക്ഷെ മനസ്സിലാവാൻ വേണ്ടി ഇത് ട. ഒരെണ്ണം കൂടെ നമ്മൾ എഴുതുകയാണ്. അപ്പൊ എന്തായി? ട. എഴുതുമ്പോ, അക്ഷരം എഴുതുമ്പോ നമ്മൾ കൈയെടുക്കാതെ എഴുതണം. കണ്ടോ? കണ്ടോ? കിട്ടിയോ? ട. കണ്ടോ? പുതിയൊരു കൂട്ടക്ഷരം കൂടെ നമ്മൾ പഠിച്ചു. ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ചിഹ്നം. ഇപ്പൊ ട ഇ, ഈയുടെ ചിഹ്നം. അപ്പൊ എന്താ വരിക? ടി അല്ലേ? വി ടി. ഇതെന്താ? ഇൽ അല്ലേ? വി ടി ഇൽ. വീട്ടിൽ. നെക്സ്റ്റ് ത ഇ തി. നീക്കി എഴുതാം. വീട്ടിൽ. വീട്ടിൽ എന്താ ചെയ്യണേ? തിരിച്ചെത്തുന്നു അല്ലേ? സ്കൂളിൽ പോയി പഠിച്ചു, കളിച്ചു, പിന്നെ വീട്ടില് തിരിച്ചെത്തുന്നു. യെസ്. തി ര ഇ രി. ടീച്ചർ പറഞ്ഞു ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതില്ല.
ഒരു കൂട്ടക്ഷരം കൂടെ ഇവിടെ വരും. ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടാ. നമ്മൾ ഇപ്പൊ പഠിച്ച കൂട്ടക്ഷരം എന്താ? ട അല്ലേ? ഇതോടെ നമ്മൾ പഠിച്ചു. ഒരു കൂട്ടക്ഷരം കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക. ച. ഇത് ചായാണല്ലോ, പഠിച്ചതാണല്ലോ. ഇങ്ങനൊരു സാധനം കൂടെ വരും. ഇതെന്താണ്? ച. ഉണ്ടോ? ഇതെന്താണ്? ച. മനസ്സിലായോ? ച. എന്താണത്? ച. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അക്ഷരം പഠിച്ചിട്ട് വാക്കുകളിലേക്ക് വന്നു. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ വലിയ കുട്ടികളായി തുടങ്ങി. കുഞ്ഞിതാണ്, പക്ഷെ അറിവ് കൊണ്ട് നമ്മൾ വളർന്നു തുടങ്ങി അല്ലേ? പഠിച്ച് പഠിച്ച് പരിചയം വന്നു തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? വാക്കുകളും വാക്യങ്ങളും പഠിക്കുന്നതിൻ്റെ കൂടെ, അല്ലെങ്കിൽ വാക്കുകൾ പഠിച്ചിട്ട് അതിൽ വരുന്ന അക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പൊ നോക്കാം. ച. ഏതാണ് ഈ കൂട്ടക്ഷരം? ച. കണ്ടോ? ഒന്ന് എഴുതി നോക്കാം. ഇത് ച എഴുതി, പിന്നെ ഇങ്ങനെ. ഇതാണ് സംഭവം. പക്ഷെ എപ്പോഴും പറയുന്നു ടീച്ചർ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, ഒരുമിച്ച് എഴുതാം. നോക്കിയേ, ഇങ്ങനെ. കണ്ടോ? ഇങ്ങനെയാ വരേണ്ടത്. ച. ഒന്നുകൂടെ എഴുതിയാലോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ച എഴുതുക, അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരിക, ദെൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ. കണ്ടാ? എന്നിട്ട് ഇങ്ങനെ പോകും. ച. എന്താണത്? ച. കിട്ടിയോ? യെസ്. നമുക്കിവിടെ എഴുതാം. ഉണ്ടോ? ച. ച എ. അപ്പൊ എന്താ? ചെ അല്ലേ? ച എ ചെ. ചെ. ത ഉ തു. പിന്നെന്താ? നു. ഉണ്ടോ? തി രി ചെ തു നു. എന്താണ്? തിരിച്ചെത്തുന്നു. എവിടേക്ക്? വീട്ടിൽ അല്ലേ? വീട്ടിൽ തിരിച്ചെത്തുന്നു. കിട്ടിയോ? വീട്ടിൽ തിരിച്ചെത്തുന്നു. ശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? വീട്ടിൽ തിരിച്ചെത്തുന്നു. ശേഷം നമ്മൾ രാവിലെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലേ? വീണ്ടും ചിലപ്പോൾ നമ്മൾ കളിക്കും, പിന്നെ വീട്ടിൽ വന്ന് പഠിക്കും, വീണ്ടും കളിക്കും, പ്രാർത്ഥന എത്തിക്കും, ഭക്ഷണം കഴിക്കും അല്ലേ? റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? പറ. ഒരു ദിവസത്തിന്റെ അവസാനം നമ്മൾ എന്താ ചെയ്യണേ? രാവിലെയാണ് നമ്മൾ രാവിലെ നേരത്തെ ഉണരുന്നു. അപ്പൊ രാത്രിയിൽ എന്ത് ചെയ്യും? രാത്രിയിൽ ഉറങ്ങുന്നു. എപ്പോ ഉറങ്ങണം? നേരത്തെ ഉറങ്ങണം. മനസ്സിലായോ? രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നു. നേരത്തെ ഉറങ്ങിയാലാണ് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ കേട്ടാ. അപ്പോൾ ഒരു 9 PM അല്ലേ? ഒരു 9 o'clock ഒക്കെ ആവുമ്പോൾ രാത്രി നിങ്ങൾ കിടക്കാൻ ശ്രമിക്കാം. അതിലും കൂടി പോയാൽ 10 o'clock. അതിനപ്പുറം പോകരുത്. 9 PM ഇല്ലെങ്കിൽ 10 PM. മനസ്സിലായോ? രാത്രി 9 മണി ഇല്ലെങ്കിൽ 10 മണി. അതിലും അപ്പുറം കിടക്കാൻ വൈകരുത്. അങ്ങനെ വൈകിയാൽ എന്താ ഉണ്ടാവുക? രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല. രാവിലെ അമ്മ നേരത്തെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ വീട്ടിൽ ക്ഷീണം വരും, ക്ലാസ്സിൽ പോയി ക്ഷീണം വരും അല്ലേ? അപ്പം അതൊന്നും വേണ്ടല്ലോ. അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന സമയത്ത് എഴുന്നേൽക്കുക, ചട്ടപ്പട്ടേന്ന് എഴുന്നേറ്റ് കാര്യങ്ങൾ നടത്തുക. ഓക്കെ, രാത്രി നമുക്ക് നേരത്തെ ഉറങ്ങാം. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാ
അല്ലേ? ഇതെന്താ? ത്രീ അല്ലേ? രാത്രി. യ ഇ എന്താ? ഈ രാത്രി. ഇൽ അപ്പൊ എന്താ? രാത്രിയിൽ. രാത്രി ഈ ഇൽ എന്താണ്? രാത്രിയിൽ. ഇതെന്താണ് അക്ഷരം? അറിയാലോ. നേ ര തേ കണ്ടാ? നേരത്തെ. നേരത്തെ. നേരത്തെ എന്ത് ചെയ്യുന്നു? യെസ്. ഉ റ ങ. ഇത് പഠിച്ചിട്ടില്ലേ നമ്മള്? ങ ഓർക്കണില്ലേ? ങ പിന്നെന്ത് ചെയ്യുന്നു? ഇങ്ങ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ങ അല്ലേ? മാങ്ങ, തേങ്ങ പഠിച്ചതല്ലേ? യെസ്. ഉറങ്ങ. പിന്നെന്താ? ചിഹ്നം ചേർക്കുകയാണ്. ങു ഉണ്ടോ? ഉറങ്ങു. എന്താണ്? ന പിന്നെ ഉ. യെസ്. അപ്പൊ എന്താണ്? ഉറങ്ങുന്നു. ഉണ്ടാ? ഉറങ്ങുന്നു. എന്താണ്? രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നു. കണ്ടാ? ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത് മുഴുവൻ എന്താണ്? നല്ല ശീലങ്ങളാണ് അല്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെന്താണ് ചെയ്യുന്നത്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല്ല് ശുചിയാക്കുന്നു, കുളിക്കുന്നു അല്ലേ? ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെയും പഠിക്കുന്നു, കളിക്കുന്നു. ശേഷം വന്നിട്ട് എന്താണ്? പിന്നെന്ത് ചെയ്യുന്നു നമ്മൾ? വീട്ടിൽ തിരിച്ചെത്തുന്നു. വീണ്ടും രാവിലെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യും. അത് വീണ്ടും എഴുതണ്ടല്ലോ, ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ് അല്ലേ? കളിക്കുന്നു, പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെന്ത് ചെയ്യും? രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നു. കേട്ടോ? അപ്പൊ ഈ ശീലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പാക്കണം. പേരൻസ് പറയും, അപ്പം അതനുസരിക്കുക. പേരൻസിനെ അനുസരിക്കണം. ഇപ്പം നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ 5:30 സമയം വെക്കാനും അലാം വെക്കാനും നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? പേരൻസ് പറയുന്നത് അനുസരിക്കണം. അതൊക്കെയാണ് ഈ നല്ല ശീലങ്ങൾ. പേരൻസ് നിങ്ങളെ നല്ലതാണ് ശീലിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ചാൽ മതി. ഓക്കെ? യെസ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ അല്ലേ? വാക്കുകളൊക്കെ വായിക്കാനും എഴുതാനും പറയാനും നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മറക്കണ്ട, അറിയാത്തത് വീണ്ടും കൂടുതൽ സമയമെടുത്ത് വായിക്കുക, പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം, എഴുതുകയൊക്കെ ചെയ്യണം. ഓക്കെ? 15 മിനിറ്റ് വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് ഉറക്കെ പറഞ്ഞ് വായിക്കണം കേട്ടോ. ഉറക്കെ വായിക്കണം, ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. ഓക്കെ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.